ഞാൻ ഡോക്ടർ നിമിഷ, കുട്ടികളുടെ ഡോക്ടറാണ്. നമുക്കറിയാം ഇപ്പൊ നല്ല ചൂടുകാലാണ്. കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയൊരു അപകടമാണ് ഈ ഒരു സമയത്ത് ബൈറ്റ്സ്. അതിൽ പ്രത്യേകിച്ച് സ്നേക്ക് ബൈറ്റ് ആണ്. അപ്പം നമ്മുടെ നാടുകളിൽ രണ്ട് തരത്തിലുള്ള പാമ്പുകളാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ന്യൂറോ പാരാലിസിസ് ഉണ്ടാക്കുന്ന കൂട്ടരും, മറ്റേത് ഹീമോലൈസിസ് ഉണ്ടാക്കുന്ന, അതായത് നമ്മുടെ രക്തനാളികളൊക്കെ എഫക്ട് ചെയ്യുന്ന ഒരു കൂട്ടരാണ് രണ്ടാമത്തെ ടൈപ്പ്. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് മൂർഖനും അതുപോലെ തന്നെ രാജവെമ്പാലയാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനൊക്കെ എഫക്ട് ചെയ്യുന്ന ആദ്യത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് വൈപ്പറാണ്, അതായത് അണലിയാണ്. അപ്പൊ അണലിയൊക്കെ കടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഴലുകൾക്കാണ് അത് കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കി, അങ്ങനെയാണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് പ്രസന്റ് ചെയ്യാം. മൂർഖൻ അല്ലെങ്കിൽ രാജവെമ്പാലൊക്കെ കടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർക്ക് ടോസിസ് ഒക്കെ ഉണ്ടാവും. അവരെ നെർവസ് സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴഞ്ഞു പോവുക, അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനൊക്കെ എഫക്ട് ചെയ്ത് റെസ്പിറേറ്ററി പാരാലിസിസ്, അങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യാം. അണലി ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ ആണ് കാണപ്പെടുന്നത്. അപ്പം പാമ്പുകടി ഏറ്റാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരുപാട് പാനിക് ആവാതിരിക്കാം. നമുക്കറിയാം നമ്മൾ എല്ലാവരും ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ് പാമ്പ് കടിച്ചാൽ. പക്ഷെ നമ്മൾ അപ്പൊ കുഞ്ഞിനെ ആലോചിച്ചെങ്കിൽ അപ്പോൾ നമ്മുടെ ടെൻഷൻ പുറത്ത് കാണിക്കാതിരിക്കുക. കാരണം കുഞ്ഞ് ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എൻവെനമേഷൻ അല്ലെങ്കിൽ വിഷം ഉള്ളോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി കാരണമാകും നമ്മൾ ഒരുപാട് ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ. മാക്സിമം കുഞ്ഞിനെ കാം ഡൗൺ ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പാമ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് പാമ്പ് ഏത് ടൈപ്പാണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിന്റെ ഫോട്ടോ എടുത്ത് വെക്കാനോ, അല്ലെങ്കിൽ മിക്ക കേസുകളിൽ നമ്മൾ അതിനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും കടിച്ചു കഴിഞ്ഞാൽ. അപ്പൊ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഒന്നില്ലെങ്കിൽ അതായിട്ട് തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുക, അല്ലെങ്കിൽ അതിന്റെ ഫോട്ടോ എങ്കിലും എടുത്തു വെക്കണം. എന്നാലേ നമുക്ക് ഏത് ടൈപ്പാണ് കുഞ്ഞിനെ കടിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൻ പ്രദേശത്തൊക്കെ കണ്ടുവരുന്ന കാര്യമാണ് ടോർണിക്ക, അല്ലെങ്കിൽ നമ്മൾ ഈ പാമ്പ് കടി ഏറ്റ ഭാഗത്ത് തുണി കൊണ്ട് വരിഞ്ഞു കെട്ടുന്ന കാണാറുണ്ട്. ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അത് ആ പാമ്പ് കടി ഏറ്റ ഭാഗത്ത് സക്ക് ചെയ്തെടുക്കാറുണ്ട്. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും പാമ്പ് കടിച്ച ഭാഗത്ത് നിന്ന് സക്ക് ചെയ്തിട്ട് അതിന്റെ വിഷം എടുക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. അതൊക്കെ കൂടുതൽ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ടോർണിക്ക ടൈറ്റ് ആയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ലിംഫാറ്റിക് ഫ്ലോ ഒക്കെ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാക്കുക. വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എത്രയും വേഗം തന്നെ പേഷ്യന്റിനെയും കൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ അപ്പം PICU, കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം PICU ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് പോകുന്നതാണ് ഏറ്റവും ഉചിതം. എന്തായാലും ICU മോണിറ്ററിംഗ് ഒക്കെ ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ വിഷം ഉള്ളിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിന് പോളിവെനൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഷൂ, അതൊക്കെ നമ്മൾ പെട്ടെന്ന് കുട്ടികൾ കയറി ഇടുമ്പോൾ നമ്മൾ അത് ആദ്യം ശ്രദ്ധിക്കണം. നമ്മൾ കുടഞ്ഞിട്ടൊക്കെ ഒന്ന് നോക്കുക, ഉള്ളിലുണ്ടോ എന്തെങ്കിലും ജീവിരിപ്പുണ്ടോ എന്നൊക്കെ. അതുപോലെ തന്നെ പറമ്പിലൊക്കെ കളിക്കുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ വേണം. ഇഴജന്തുക്കളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. അപ്പൊ ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു.